Because ancient times, everything was slower. Our life was slow. It was connected to nature. So, like naturally, not spiritual. But now it's not like that. Now we don't have and we don't know what we are doing. We are just monkey mind. Meditation is a part of a practice, like a bigger practice. Part on meditation. It helps you to increase the receptivity, and you don't have even an essence of spirituality in that. Contentment is not a walk. So it's about realizing the fact that you have everything you need right now in this moment. നമ്മൾ പലപ്പോഴും അത് മറന്നു പോകും. അതിൽ വേറൊരു ടൂൾ ഉണ്ട്, ബട്ട് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ലൈക്ക് ഐ യൂസ് ടു ഹഗ് ദിസ് ട്രീ ആൻഡ് ദാറ്റ്സ് എ വെരി പവർഫുൾ തിങ് യു നോ. ജപ്പാനിൽ ഉള്ള ഷിൻറിൻ യോക്കു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ലൈക്ക് ആൻസൈറ്റി, ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടു ടേക്ക് എ വാക്ക് ഇൻ ദ നേച്ചർ എന്നാണ്. സോ nature is actually, when you get receptive towards the nature, your healing starts. How are you feeling now? Actually, I feel great right now because life's all about being in the moment. Actually, I like this place. ഞാൻ എന്ന് നാട്ടിൽ വന്നാലും I always like to be here because being with the nature, connecting with the nature, it's always healing. So, എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു ചോദ്യമായിരുന്നു, what was the purpose? Because our purposes are like driven by the society or the experience that we had. Or നമ്മുടെ ചുറ്റുമുള്ളത് പലതുമാണ് നമ്മുടെ പർപ്പസുകളെ ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. So I always felt like what was the real purpose and who am I? ആ ഒരു ചോദ്യത്തിലേക്കായിരുന്നു ഞാൻ എന്നും പോയിരുന്നു. Like it's been like 3 years. ഞാൻ ഇന്ത്യയുടെ ഒരു 21 സ്റ്റേറ്റ്സിലൂടെ ഞാൻ യാത്ര ചെയ്തായിരുന്നു. In search of this same question, who am I? അങ്ങനെയുള്ള ഒരു യാത്രയുടെ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. So it's about realizing the fact that you have everything you need right now in this moment. നമ്മൾ പലപ്പോഴും അത് മറന്നുപോകും. അവിടെയാണ് നമ്മുടെ ലൈഫിൽ സാഡ്നെസ് ആയാലും ഒരു ബാഡ് എനർജി ആയാലും നെഗറ്റിവിറ്റി ഇത് കടന്നു വരുന്നത് അപ്പോഴാണ്. സോ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കുറേ പ്രാക്ടീസസ്, അതിൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത യാത്രകളിലൂടെ, ഞാൻ കണ്ട ആളുകളിലൂടെ, പലപ്പോഴും ഞാൻ കണ്ടുമുട്ടിയ അഥവാ ഞാൻ കടന്നു ചെന്ന ചില കൾച്ചറുകളിലൂടെ, ഇതിലൂടെയൊക്കെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളാണ്. So contentment is very important in life. So that contentment means that you already have what you need. Yeah. Okay. അത് മനസ്സിലാക്കലാണ് നമ്മുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. സോ
നമ്മൾ കുറച്ചും കൂടി ലിവിങ് ഇൻ ദ മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, ലിവിങ് ഇൻ ദ മൊമെന്റ്. ലിവിങ് ഇൻ ദ മൊമെന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ഥലത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ഒരു താല്പര്യം. ആക്ച്വലി ഹൗ ഡു യു ഫൈൻഡ് ദിസ് പ്ലേസ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, ഒരു വലിയൊരു one of my favorite places in the country. So ഞാൻ യാത്ര ചെയ്യുമ്പോൾ പൊതുവേ ലൈക്ക് ഐ ടേക്ക് എ പെർട്ടിക്കുലർ റേഞ്ച്, വെദർ ഇറ്റ്സ് ഹിമാലയാസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാറ്റ്സ് ആണെങ്കിലും. സോ ഐ എക്സ്പ്ലോർ ദ ഹോൾ ഫോറസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ കുറേ നാളുകൾക്ക് മുന്ന് ഞാൻ തമിഴ്നാട്ടിലൂടെ വെസ്റ്റേൺ ഗാറ്റ്സിലൂടെ നടത്തിയൊരു സഞ്ചാരത്തിലാണ് പെട്ടെന്ന് എനിക്ക് ഈ സ്ഥലം സ്ട്രൈക്കായത്. അന്ന് മുതൽ ഇന്ന് വരെ ലൈക്ക് ഇയർലി ട്വൈസ് ഞാൻ ഇവിടെ എന്തായാലും വരും. ആൻഡ് ഐ യൂസ് ടു മെഡിറ്റേറ്റ് ആൻഡ് ഐ യൂസ് ടു ജസ്റ്റ് ബി ഇൻ ദ മൊമെന്റ്. ആൻഡ് ഇറ്റ്സ് വെരി വാട്ട് ഷുഡ് ഐ സേ, വളരെ ഒരു സുഖകരമായൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലൈഫ് എന്താ പറയുക, മൊമെൻ്ററി ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നു. ബിക്കോസ് വി ആർ ഓൾവേസ് ഇൻ ദ റൺ ആൻഡ് നമ്മുടെ മൈൻഡ് ഒരിക്കലും ഈ നൗ ഓർ ഇൻ ദ പ്രസൻറ്റിലല്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് വരുന്ന വഴി കൂടെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു സിറ്റി ട്രബിൾസിൽ നിന്ന് മാറ്റി സിറ്റിയുടെ ഒരു എല്ലാ പ്രശ്നങ്ങളും ഒരു ഫ്രീ ആയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് വേർ വി കെയിം ഫ്രം. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. സോ ദിസ് ഈസ് അവർ മദർ, നേച്ചർ ഈസ് അവർ മദർ. സോ ജപ്പാനിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഷിൻറിൻ യോക്കി എന്നാണ്. ഷിൻറിൻ യോക്കി, അതായത് ഫോറസ്റ്റ് ബാത്തിങ് എന്നാണ് അതിനെ പറയാ. ദിസ് ഈസ് വേർ വി കെയിം ഫ്രം, ദാറ്റ് വി നോ. ആൻഡ് ഈ ആൻസൈറ്റി, ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്കൊക്കെയും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ടു ഗോ ടു ദ ഫോറസ്റ്റ് ആൻഡ് ടേക്ക് എ വാക്ക്. ദാറ്റ്സ് എ മെഡിസിൻ ആൻഡ് ദാറ്റ്സ് റിയലി ഹീലിംഗ് ആക്ച്വലി. ലൈക്ക് നമ്മൾ വെൻ വി കം ടു ദ സോഴ്സ്, വെൻ വി കം ടു ദ മദർ നേച്ചർ, ദാറ്റ്സ് വൈ വി കോൾ ദ മദർ നേച്ചർ. അപ്പോഴാണ് നമ്മൾക്ക് ഉള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ശരിക്കും ഹീൽ ചെയ്യുന്നു. സോ this is a great moment and a great place always for me. And meditation, breath work, a lot of things are there in that. ഇത് ആക്ച്വലി മെഡിറ്റേഷൻ മാത്രം മതി. സോ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ ഈസ് എ പാർട്ട് ഓഫ് എ പ്രാക്ടീസ്, ലൈക്ക് ഒരു ബിഗർ പ്രാക്ടീസിൻ്റെ ഒരു പാർട്ടാണ് മെഡിറ്റേഷൻ. ഇറ്റ് ഹെൽപ്സ് യു ടു ഇൻക്രീസ് ദ റിസെപ്റ്റിവിറ്റി. ലൈക്ക് നമ്മൾ ഈ ഒരു മൊമെന്റ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സെൻസുകൾ വെച്ചിട്ടാണ്. ഇഫ് യു ടേക്ക് യുവർ 5 senses, വെദർ ഇറ്റ്സ് ടച്ച്, വെദർ ഇറ്റ്സ് സൈറ്റ്, ടേസ്റ്റ്, ഇതൊക്കെ വെച്ചാണ് നമ്മളൊരു സ്ഥലം അഥവാ ഒരു ഭക്ഷണം ഇതെല്ലാം ഫീൽ ചെയ്യുന്നത്. സോ ദ റിസെപ്റ്റിവിറ്റി ആണ് നമ്മൾക്ക് ഈ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്ത് തന്നത്. സോ ഇഫ് യു ക്യാൻ ഫീൽ ദ തിങ്സ്, ഇഫ് യു ക്യാൻ ഇൻക്രീസ് ദ റിസെപ്റ്റിവിറ്റി, ദെൻ നിങ്ങൾക്ക് ഈ മൊമെന്റ് കുറച്ചും കൂടി ഫീൽ ചെയ്യാം. So meditation is a tool that will help in that. കുറേ ടൂളിലെ ഒരു ടൂളാണ് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പവർഫുൾ ടൂൾ. സോ വാട്ട് ഈസ് മെഡിറ്റേഷൻ? അതൊരു വലിയൊരു ചോദ്യമാണ്. ആക്ച്വലി ഈ ആളുകളൊക്കെ വളരെ ക്വൈറ്റായിട്ട് കണ്ണടച്ചിരിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് മെഡിറ്റേഷൻ. അതോ നമുക്ക് അല്ലാതെയും ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ ക്യാൻ ബി ഡൺ ഇൻ എനി പ്ലേസ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയാലും ഇവിടെ ഇരുന്നിട്ടും യു ക്യാൻ ഡു ദ മെഡിറ്റേഷൻ. സോ വാട്ട് ഈസ് മെഡിറ്റേഷൻ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും എല്ലാവരുടെയും മൈൻഡിൽ വരുന്നു. ചുമ്മാ കണ്ണടച്ച് അങ്ങനെ ഇരിക്കലാണോ, അതോ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കലാണോ? സോ മെഡിറ്റേഷൻ ഈസ് ഓൾ അബൌട്ട് ഡൂയിങ് ലെസ് ആൻഡ് ബീങ് ലെസ് ഡിസ്ട്രാക്റ്റീവ്. സോ മെഡിറ്റേഷൻ അത് ഞാൻ ഒന്നും കൂടിയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ അക്ഷയ് ഇപ്പം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷയൻ്റെ ഫോക്കസ് ഇപ്പം എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ഇഫ് യു ഗോ ഡീപ്പർ ഇൻ ടു ഇറ്റ്, എൻ്റെ ഈ ലൈൻസ് നോക്കാം കയ്യിൽ, ബ്രൗൺ കളർ. ഇഫ് യു ഗോ ഡീപ്പർ യു ക്യാൻ സീ ദ പാറ്റേൺസ് ഇൻസൈഡ് ഇറ്റ്. ആൻഡ് ഇഫ് യു ഗോ ഡീപ്പർ, ഇമാജിൻ ചെയ്യാം, യു ക്യാൻ സീ ദ സെല്ലുലാർ ലെവൽ, സെൽസിനെ കാണാം. ആൻഡ് ഇഫ് യു ഗോ ഡീപ്പർ, then you will reach atomic, then atomsine കാണും. ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് അവിടേക്കും പോവുകയാണെങ്കിൽ എനർജി വേവ്സ്, അതാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ്. ദാറ്റ്സ് ദ ബേസിക്സ്. സോ ഇതേ സംഭവം നമ്മൾ നമ്മുടെ മൈൻഡിലാണ് പോകുന്നത്. സോ മൈൻഡ് ഹാസ് ഡെപ്ത്സ്. ആൻഡ് ബുദ്ധിസത്തിലേക്കും പറയണ പോലെ എവറിത്തിങ് ഈസ് നത്തിങ് ആൻഡ് നത്തിങ് ഈസ് എവറിത്തിങ്.
and everything comes from this nothing. And in the meditation process, നമ്മുടെ മൈൻഡിന്റെ ഡെപ്തിലൂടെയാണ് പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ പ്രാക്ടീസ്. നമ്മൾ സൈക്കിൾ ഓട്ടണ പോലെ നമ്മൾ ഫസ്റ്റ് വീഴും, നമുക്ക് ചിലപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ഇരിക്കാൻ പറ്റുള്ളൂ. ബട്ട് വൺസ് യു ഹാവ് ദ റൈറ്റ് ഗൈഡൻസ് ആൻഡ് ഇഫ് യു ഗോ ഇൻ ദ റൈറ്റ് പാത്ത്, ദെൻ നിങ്ങളുടെ മൈൻഡിന്റെ ഉള്ളിൽ പോയി യു വിൽ റീച്ച് ദാറ്റ് പോയിന്റ് ഓഫ് ദാറ്റ് എനർജി. അതിന് നിങ്ങൾക്ക് ഹൈറ്റൻ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ ഗോഡ്ലിനെസ്സോ ദൈവീകത or whatever you want to call it, you can call it. But that's the point, that's the source of the energy. അഥവാ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ഡിസിഷൻ എടുക്കാനുള്ള ക്ലാരിറ്റി ദാറ്റ് വിൽ ഗിവ് യു. വി ഡോണ്ട് റൺ. നമ്മൾ എപ്പോഴും ഒരു കാമായി പീസ്ഫുള്ളായി പോസിറ്റീവായിരിക്കാൻ ലൈഫിനെ റിസപ്റ്റീവായിട്ടും കുറേയും കൂടി വൈബ്രൻ്റ് ആയിട്ട് മാറ്റണതും ഈ മെഡിറ്റേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ പവർഫുൾ ടൂൾ ദാറ്റ് ഐ നോ ആൻഡ് ഐ ഡെയിലി യൂസ് ടു പ്രാക്ടീസ് ദിസ്. ഓക്കെ, മെഡിറ്റേഷനെ പറ്റി പറയുമ്പോൾ ആക്ച്വലി സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത്. സോ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സെയിം കോൺസെപ്റ്റാണ്. Okay, it's a state of mind. It's just a state of mind, and mostly it's about attaining the higher state or being one with the nature or being one with the higher consciousness. Just higher God, consciousness. universe, anything. Yeah. But നമ്മുടെ ചുറ്റിലും കാണുന്നതിൻ്റെയൊക്കെയും സോഴ്സ് അഥവാ ഒറിജിൻ ഇറ്റ്സ് ഫ്രം ദാറ്റ്. യു ടേക്ക് ക്രിസ്ത്യാനിറ്റി, യു ടേക്ക് ഹിന്ദുവിസം, ബട്ട് ഇപ്പോൾ എല്ലാം കമേഴ്ഷ്യലൈസ്ഡ് ആയി. And you don't have even an essence of spirituality in that. And this has ruined the spirituality. And spirituality എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിൽക്കപ്പെടുന്ന ഒരു സാധനമായി മാറി. ആക്ച്വലി അതൊരു റിലീജിയസ് പാർട്ടായി മാറി. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് അബൌട്ട് ബീങ് ഇൻ ദ മൊമെന്റ്. സ്പിരിച്വാലിറ്റി ഇറ്റ്സ് ഗോയിങ് ടു ദ ഡെപ്ത്സ് ഓഫ് യുവർ മൈൻഡ്. ആൻഡ് അതിന് ആക്ച്വലി ഒരു തരത്തിലുള്ള ഔട്ട്സൈഡ് ഫോഴ്സിന്റെ ആവശ്യമില്ല. ബിക്കോസ് യു ആർ ദ ഗുരു എന്നാണ് പറയാം. So you don't need to be a religious person to be a spiritual person. ബട്ട് നമ്മൾ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഡെപ്തിൽ പോയി കഴിഞ്ഞാലും വി ബിക്കം സ്പിരിച്വൽ. ലൈക്ക് ഇഫ് ഐ ടേക്ക് ദ നേച്ചർ ആൻഡ് ഇഫ് ഐ ജസ്റ്റ് സിറ്റ് ഹിയർ ആൻഡ് ഇഫ് ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ത്രൂ ദ ഡെപ്ത് ഓഫ് ദിസ് നേച്ചർ, ദിസ് എക്സ്പീരിയൻസ്, അതിൻ്റെ ഡെപ്തിൻ്റെ അറ്റം ഇറ്റ്സ് സ്പിരിച്വാലിറ്റി. ഇറ്റ്സ് ദ ഹയർ സ്റ്റേറ്റ് or a higher consciousness. And ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെയും അറ്റം ഇറ്റ്സ് ദ ഹയർ കോൺഷ്യസ്നെസ്. സോ ഞാൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തുടങ്ങി ശ്രദ്ധിച്ചാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് ആക്ച്വലി എ നേറ്റീവ് ഇന്ത്യൻ ഫ്ലൂട്ട് ഓർ ബാൻസുരി എന്നാണ് നമ്മൾ തന്നെ പറയുക. ഇറ്റ്സ് എ വെരി പവർഫുൾ ഇൻസ്ട്രുമെൻറ്റ് ബിക്കോസ് ഐ ചോസ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് 3 years ബാക്ക്. ഇതിനൊരു കാരണമുണ്ട്. ബിക്കോസ് when I was meditating once, I felt the interconnection between me and the nature. Because കുറച്ച് നേരം എൻ്റെ ബ്രീത്ത് ഞാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ I'll be dead. And ഈ നേച്ചറും നമ്മൾ തമ്മിലുള്ള കണക്ഷൻ അത് ബ്രീത്തിങ് ആണ്. So the breath is always and the only thing which is connecting us to the nature and the high consciousness. So I always wanted a instrument or a musical instrument which is related to breath. And you know about the music culture, the Hindustani music culture, the ancient thing, the ancient science behind it. So ഞാനിത് ചൂസ് ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് the bansuri or the native Indian flute. And it had a big impact in my life. എൻ്റെ ജീവിതത്തിനെ ആക്ച്വലി ഇത്രയും വലിപ്പമുണ്ടോ ഈ പൗച്ചിനുള്ളിൽ ഇരിക്കുന്ന? അത്ര ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് വളരെ ചെറിയ വണ്ണത്തിൽ പൊതുവേ നമ്മൾ അങ്ങനെയാണ്. സോ ദാറ്റ് വിൽ ബി ഹൈ പിച്ച്ഡ് വൺ. ഇതൊരു ബേസ് ഫ്ലൂട്ടാണ്. സോ ഇതൊരു ഈ സ്കെയിലുള്ള ഒരു ഫ്ലൂട്ടാണ്. സ്പെഷ്യാലിറ്റി എന്തെങ്കിലും? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മെഡിറ്റേറ്റീവ് പർപ്പസ്. ആൻഡ് ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് നമുക്ക് കുറേ നേരം കേട്ടിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ഫോർ എക്സാമ്പിൾ യോധ എന്ന് പറഞ്ഞൊരു മലയാളം മൂവി ഉണ്ടായിരുന്നു, മോഹൻലാൽ. മോഹൻലാലിന്റെ. അത് നമ്മൾക്ക് ഒരു രക്ഷയില്ല, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫേവറേറ്റ് മൂവിയാണ് എല്ലാവരും. അതിലുള്ള ഒരു ട്യൂൺ ഉണ്ട്, ആ ഒരു ഭയങ്കര ഒരു ബാസിൽ ഭയങ്കര രസമാണ്. അത് ആക്ച്വലി ഹൈ പിച്ച്ഡ് ആയിട്ടുള്ളൊരു ട്യൂണാണ്. ആൻഡ് ആ ഒരു മെലഡി യു ക്യാൻ ഹിയർ ഇറ്റ് ഫോർ എ ലോങ് ടൈം. അങ്ങനത്തെ സംഭവമുണ്ട്. ഇഫ് യു ഹിയർ ഇറ്റ് റിപ്പീറ്റഡ്ലി ദെൻ ദർ വുഡ് ബി എ ഇറിറ്റേഷൻ. ബട്ട് ബേസ് ഫ്ലൂട്ട്സ് എപ്പോഴും കുറേയും കൂടി സൂത്തിങ് ആണ്, കുറേയും കൂടി നമ്മളെ മെഡിറ്റേറ്റീവ് ആക്കുന്നൊരു സംഭവമാണ്. യു ക്യാൻ ഹിയർ ഇറ്റ്, യു ക്യാൻ പ്ലേ ഇറ്റ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ to get to a spiritual or the higher state. And I use the Hindustani or Bansuri, the Hindustani flute or Bansuri to get there. ഞാൻ മ്യൂസിക് വഴി ആ ഹയർ സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുന്നവരാണ്. ബിക്കോസ് at the end we are all energy forms, vibrations forming frequencies, and we are all frequencies. And if you can align with that frequency, the higher frequency, നമ്മുടെ ഹോൾ ലൈഫിൻ്റെ ഒരു എനർജി ലെവലേ മാറും. സോ ഫോർ എക്സാമ്പിൾ 432 Hz, ആ ഫ്രീക്വൻസി ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ ഹീലിംഗ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി നമ്മൾ കാലത്തെ കേട്ട് കഴിഞ്ഞാൽ യു വിൽ ഫീൽ മോർ പോസിറ്റീവ്, യു വിൽ ഫീൽ മോർ എനർജറ്റിക്, ബിക്കോസ് വി ആർ ഓൾസോ ഫ്രീക്വൻസീസ് and we are just aligning and reverberating. So that's what music is. Music is something that we നമ്മൾ മനുഷ്യർ ഫ്രീക്വൻസിയിലൂടെ നടന്ന അഥവാ ഒരു ദൈവത്തിലേക്ക് പോയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പാത്ത് അതായിരുന്നു മ്യൂസിക്. ആൻഡ് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഇറ്റ്സ് വെരി റിച്ച്, വെരി ഡൈവേഴ്സ്, ആൻഡ് yeah, it's very connected with the spiritual life, yeah, for sure. സോ അപ്പോൾ നമ്മൾ മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു, സ്പിരിച്വാലിറ്റിനെ പറ്റി പറഞ്ഞു, റിലീജിയനെ പറ്റി പറഞ്ഞു, ആൻഡ് അറ്റ് ദി എൻഡ് വി ടോക്ക് അബൌട്ട് ദ മ്യൂസിക്. സോ മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മെഡിറ്റേഷനിൽ. സോ മെഡിറ്റേഷൻ ഈസ് ടു ഗെറ്റ് എ ഹയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇസ് ദെയർ എനി അതർ ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് ടൂൾസ്, ലോട്ട് ഓഫ് ടൂൾസ് are there. അതിൽ വേറൊരു ടൂൾ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ, ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ടെൽ ദിസ് ബിക്കോസ് നമ്മുടെ സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകളുണ്ട്, അതും മാറണമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇറ്റ്സ് സൈക്കഡെലിക്സ്. യെസ്, മോഡേൺ ഡേ ഗോഡ്ലി ടൂൾസ് ആണ് സൈക്കഡെലിക്സ്. സോ ഇഫ് യു ടേക്ക് ദ ഏൻഷ്യന്റ് ടൈംസ്, സോ what do you mean by the modern day godly tools? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനെന്ന് കാരണം, ഏൻഷ്യൻ ടൈമിലും തൊട്ടേ ഹ്യൂമൻ എവല്യൂഷൻ്റെ ഭാഗമായിട്ടും ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടും എപ്പോഴും സൈക്കഡെലിക്സ് പാർട്ടായിരുന്നു. ഇഫ് യു ടേക്ക് ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ഹ്യൂമാനിറ്റി, സൈക്കഡെലിക്സ് വാസ് ഓൾവേസ് പാർട്ട് ഓഫ് ദിസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തിയറി ഒക്കെ ഉണ്ട്, സ്റ്റോൺ ഏപ്പ് തിയറി. അതായത് ഈ മങ്കി അഥവാ ഏപ്പ്, മങ്കി അല്ല ഏപ്പ്, ബട്ട് സ്റ്റിൽ ഈ മാജിക് മഷ്റൂം കഴിച്ചിട്ട് ദാറ്റ്സ് എ സൈക്കഡെലിക് ആണ്, ആളുടെ ഇൻ്റലിജൻസ് കൂടിയെന്നുള്ളൊരു ഇത്. അതിൽ നിന്നാണ് നമ്മളുടെ ഒരു അവെയർനെസ് കൂടി, ഇൻ്റലിജൻസ് കൂടി, വി സ്റ്റാർട്ട് ടോക്കിംഗ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, ആൻഡ് ഇതെല്ലാം ഫോം ചെയ്തത് സൈക്കഡെലിക്സ് കാരണമാണെന്ന് ഉള്ളൊരു തിയറി. Yeah, from the magic mushroom. But there are a lot of psychedelics if I want to talk about it. And in my life, personally, I have gone through a lot of psychedelic experiences and experimentations for sure. Angane, so it's part of this. Yeah, it was a part of the modern day spirituality because. So you also follow this modern day spirituality? Yeah, I used to do it, and it's not like I am always doing this. I used to. ഞാൻ ഈ ഹൈ സ്റ്റേറ്റിന് അഥവാ ഒരു ഫീല്, ആ ഒരു അവെയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഡൺ ഇറ്റ് പർപ്പസ്ഫുള്ളി. And not for this, just experiencing. No, experience ചെയ്യാൻ വേണ്ടിയിട്ട്. Because we should know what is there. അത് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്ത് നമുക്ക് ഉണ്ടാക്കാം. But we should see what is there. So psychedelic is very fast. നമ്മളത് പ്രോപ്പർ റിച്വലിസ്റ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ at the moment
you can feel the state of high awareness. Meditation എല്ലാം സ്ലോ പ്രോസസ്സാണ്, ഇത് പെട്ടെന്നായിരിക്കും. സോ വൈ ഐ കോൾ ദിസ് മോഡേൺ ഡേ? ബിക്കോസ് ഏൻഷ്യൻ ടൈംസിൽ എവറിത്തിങ് വാസ് സ്ലോവർ. നമ്മുടെ ലൈഫ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഇറ്റ് വാസ് കണക്റ്റഡ് ടു നേച്ചർ. സോ ലൈക്ക് നാച്ചുറലി നമ്മൾ സ്പിരിച്വൽ ആയിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നൗ വി ഡോണ്ട് ഹാവ് ആൻഡ് വി ഡോണ്ട് നോ വാട്ട് വി ആർ ഡൂയിങ്. വി ആർ ജസ്റ്റ് മങ്കി മൈൻഡ് ആണ് നമ്മളുടെ എന്ന് പറയാം. നമ്മളിങ്ങനെ എന്താ പറയുക, എപ്പോഴും ബിസിയായി എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. സോ നമ്മൾ ഭയങ്കര എന്താ പറയുക, കോൺസെൻട്രേറ്റഡ് അല്ല, പീസ്ഫുൾ അല്ല. സോ സൈക്കഡെലിക്സിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് സൈക്കഡെലിക് chemicals ഉള്ള lot of things are there in the nature. If you take the magic mushrooms, ayahuasca in the America, like നമ്മളുടെ ഇവിടെ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു സൈക്കഡെലിക് എന്ന് പറഞ്ഞാൽ മാജിക് മഷ്റൂം. ആൻഡ് ഇൻ ദ ഏൻഷ്യൻ ട്രഡീഷൻസ്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, ഞാൻ സ്ഥലങ്ങളുടെ പേര് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണില്ല, ബട്ട് ബീഹാറിലും ഛത്തീസ്ഗഡിലൊക്കെയും ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഷമാനിക് ടെമ്പിൾസ്, അഥവാ ഈ ഷ്രൂംസിനെ വെച്ച് പൂജ ചെയ്യണമെന്ന് അങ്ങനത്തെ ഒരു കൾച്ചർ വരെ ഉണ്ടായി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ വെച്ച്. ആക്ച്വലി അവർ they were that much conscious and they knew these psychedelics helped in the spiritual process. So temple അവർ ഇത് വെച്ച് പൂജിച്ചായിരുന്നു. It was given as an offering പല ടെമ്പിളിൽ ഇന്ത്യയിൽ. ആൻഡ് ഈവൻ ഇഫ് യു ടേക്ക് ദ കൾച്ചർ ഇൻ ദ നോർത്ത്, അത് കൂടുതൽ കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടില്ല. ആൻഡ് നോർത്തേൺ പാർട്ടിലുള്ള ഹിന്ദുയിസത്തിൽ, ബിക്കോസ് ഹിന്ദുയിസം ഈസ് ഓൾ അബൌട്ട് റെസ്പെക്ടിങ് ആൻഡ് വർഷിപ്പിംഗ് എവറിത്തിങ്. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു കല്ലിനെ അവർ വർഷിപ്പ് ചെയ്യുന്നുണ്ടാവും, ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു മരത്തിനെ ആയിരിക്കും. ഇറ്റ്സ് നോട്ട് എ പെർട്ടിക്കുലർ തിങ്, യു വർഷിപ്പ് എവറിത്തിങ്. ദാറ്റ്സ് സ്പിരിച്വാലിറ്റി. ആൻഡ് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഫ് യു ഗോ ടു ശിവ ടെമ്പിൾ യു ക്യാൻ സീ ബാങ്. ദാറ്റ്സ് ഓൾസോ സംതിങ് വിച്ച് ഇൻക്രീസ് യുവർ അവയർനെസ്. സോ ഇറ്റ് വാസ് ഓൾവേസ് പാർട്ട് ഓഫ് അവർ കൾച്ചർ ആൻഡ് psychedelics was always there, and now also it's there, but it took a different form എന്ന് നമുക്ക് പറയാം. different form of a modern day or the modern society. മോഡേൺ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം സൈക്കഡെലിക്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന LSD, DMT, and for sure psilocybin mushrooms are the most natural ways and the natural thing that we get. And സിന്തറ്റിക് ആയിട്ടുള്ള കുറേ ഡ്രഗ്സ് ഉണ്ട് ദാറ്റ് കംസ് ഒരു PH സ്കെയിൽ എടുക്കാം. നമ്മൾ കെമിസ്ട്രിയിലൊക്കെയും നമ്മുടെ +2 +1 കാലഘട്ടത്തിൽ PH കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന എസിഡിക് ആയിട്ടുള്ള കോമ്പനൻസ് ആണ് ഹാർഡ് ഡ്രഗ്സ്, കൊക്കെയിൻ, MDMA എന്നൊക്കെ നമ്മൾ പറയണ പ്രശ്നക്കാർ. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ തോട്ട്സ് ആണ്, സൈക്കഡെലിക്സ്. ഇറ്റ് കംസ് ഇൻ എ ബേസിക്സ് സ്കെയിലിൻ്റെ. ഇതിൻ്റെ നടുവിൽ വരുന്നതാണ്, നമ്മുടെ നടുവിൽ വാട്ടറാണ്. ഇറ്റ്സ് നോട്ട് എസിഡിക്, നോട്ട് ബേസിക്. കഞ്ചാവ് അഥവാ കനാബിസ്. ആൻഡ് കനാബിസിന് രണ്ടിൻ്റെയും സ്വഭാവമില്ല. ഇറ്റ്സ് നോട്ട് ഹാർഡ് ഡ്രഗ്സിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല, സൈക്കഡെലിക്സിൻ്റെ പെടുത്താൻ പറ്റില്ല. ഇറ്റ് കംസ് ഇൻ ദ മിഡിൽ. ബട്ട് കനാബിസിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടെൽ ദിസ് ഈസ് ബാഡ് ആൻഡ് ദാറ്റ് ഈസ് ഗുഡ്. ഇറ്റ്സ് സംതിങ് വിച്ച് മേക്സ് യു ലേസി. ആൻഡ് അത് ഭയങ്കര സ്ലോ ആണ്, ലൈക്ക് സ്ലോ പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് മേക്സ് യു ലേസി. അതൊരു ഒരു സംഭവമാണ്. ഗുഡ് ടു യൂസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സണൽ പ്രിഫറൻസസ്. നമ്മളുടെ ഇന്ത്യയിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പെർട്ടിക്കുലർ റീജിയൻ, പെർട്ടിക്കുലർ കൾച്ചർ. ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ കൺട്രി വിച്ച് ഈസ് ലൈക്ക് കമ്മിങ് ടുഗെദർ ആയിട്ടൊരു ഫെഡറേഷൻ അല്ല നമ്മുടെ. ഇറ്റ്സ് എ ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. ദാറ്റ് മീൻസ് നമ്മളുടെ ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റും, ഈച്ച് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ആക്ച്വലി ഡിഫറെൻറ്റ് കൺട്രീസാണ്. ഇന്ത്യ എന്നൊരു പേരിൽ നമ്മൾ നിലകൊള്ളുന്നേ ഉള്ളൂ. 28-29 സ്റ്റേറ്റ്സ് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ എവറി സ്റ്റേറ്റ് ഈസ് വെരി ഡൈവേഴ്സ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് കൺട്രീസ്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേരിൽ വി ആർ ജസ്റ്റ് ഹോൾഡിങ്. ആൻഡ് നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു സ്റ്റേറ്റ് എടുക്കുകയാണ് കർണാടക. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് കൾച്ചർ, ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്കലി ആയാലും കൾച്ചറലി ആയാലും വി ആർ വെരി ഡിഫറെൻറ്റ്. സോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ റൂൾസ് അത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നമുക്ക് ഹെൽമെറ്റ് ഇല്ല എങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്.
ഇപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇഫ് യു ടേക്ക് പഞ്ചാബ്, ദേ ഡോണ്ട് നീഡ് ഹെൽമെറ്റ്. പഞ്ചാബിൽ ഹെൽമെറ്റ് വെക്കണ്ട, ബിക്കോസ് അവരുടെ ആ ടർബൈൻ ഉണ്ടല്ലോ, തലയിൽ വെക്കുന്ന തൊപ്പി, ദാറ്റ്സ് പാർട്ട് ഓഫ് ദ കൾച്ചർ ആൻഡ് ദേ നെവർ ടേക്ക് ഇറ്റ് ഓഫ്. അവരൊരിക്കലും അത് ഊരില്ല, നോട്ട് ഇൻ ദ പബ്ലിക്. സോ അങ്ങനെ ഒരു കൾച്ചർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദ റൂൾ ഹാസ് ബി ബെൻഡ്. ഇതേപോലെയാണ് ഇഫ് യു ഗോ ടു രാജസ്ഥാൻ, ദേ ഹാവ് ബാങ് എവറി ഡേ. എല്ലാ ആഴ്ചയും എല്ലാ ഈവനിങ്ങും അവർ ബാങ് കഴിക്കും. ഇറ്റ്സ് മരുവാന, ഇറ്റ്സ് വീറ്റ്. ആൻഡ് ഇഫ് യു കൾച്ചറായിട്ട് ചേഞ്ച് ചെയ്യും. ആൻഡ് നമ്മുടെ തോട്ട്സ് എല്ലാം ഈ റൂൾസ് വെച്ചിട്ട് വെച്ചേക്കണം. നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടേക്ക് ഇന്ന് പുറത്ത് പോകാത്ത ഒരാളാണെങ്കിൽ വി ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ് മരുവാന, ഇറ്റ്സ് ഡേഞ്ചറസ്. ആക്ച്വലി നമ്മൾ കഴിക്കുന്നതും ആയിട്ടുള്ള ലൈക്ക് ഇംഗ്ലീഷ് മെഡിസിൻ ഓർ നമ്മൾ കഴിക്കുന്ന ചോറ്, ഇതിലുള്ള വിഷമല്ലേ, ദാറ്റ്സ് ഫാർ മോർ ദാൻ ഐ തിങ്ക് ദാൻ ദ ബാങ്ങിലൊക്കെ ഉള്ളതിനേക്കാളും വളരെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. സോ നമ്മൾ ഇന്ത്യയിലത്തെ ഓരോ സ്റ്റേറ്റിൻ്റെ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു, പല സ്ഥലത്തും പല റൂൾസാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സൈക്കഡലിക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. സോ യു ഓൾറെഡി സെഡ് ദാറ്റ് യു ഹാവ് ട്രൈഡ് ഇറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. സോ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഞാൻ പറയാം. സ്റ്റോറി? ഇറ്റ്സ് എ സ്റ്റോറി. ഇൻട്രസ്റ്റിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആണ് തീർച്ചയായും. ലൈക്ക് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻഷ്യൽ സ്റ്റോറി. ആൻഡ് സ്പിരിച്വാലിറ്റി ആണെങ്കിലും ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അഥവാ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി രൂപീകരിക്കുന്നത്. സോ ദാറ്റ് വാസ് എ ബ്രേക്കിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഈ ഫ്ലൂട്ട് വരെ എൻ്റെ കയ്യിലേക്ക് വരാൻ ആ എക്സ്പീരിയൻസിന് കാരണമായിട്ടുണ്ട് ആ എക്സ്പീരിയൻസ്. സോ ഞാൻ സ്ഥലം സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ വൺ ഡേ I and my friend, we were on a psychedelic trip. It was shrooms. Apo magic mushrooms. It has psilocybin, which is a psychedelic chemical. So, ഞങ്ങൾ shrooms എടുത്തു. It took around like 30-35 minutes to start the trip. Trip started and we started hallucinating. Colors ഒക്കെ ഭയങ്കര vibrant ആവും. Sky will become very powerful blue ആയിരിക്കും അതിൻ്റെ കളർ. ആൻഡ് your sense become more powerful. So hearing ability, and you started seeing like the clouds are like forming according to your thoughts. ഇപ്പോൾ എനിക്കൊരു ക്ലൗഡിനെ ഒരു ഷൂം ആക്കണമെങ്കിൽ ഷൂമായി മാറും. ആൻഡ് ക്ലൗഡിനെ നോക്കിയിട്ട് ഞാനത് ആനയായി ആനയായി മാറും. അങ്ങനെ ആണ് ലൈക്ക് ഒരു ട്രിപ്പിൽ നമ്മൾ അങ്ങനെ പോവുക. ലൈക്ക് ഇറ്റ് ഹാസ് എ പീക്ക് ആൻഡ് ഇറ്റ് ഹാസ് എ ഡൗൺ ടൈം. ലൈക്ക് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് മേപ്പോട്ട് പോവും. അതിൻ്റെ ഒരു പീക്ക് ടൈമിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക. സോ വി ആർ ജസ്റ്റ് വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് കളേഴ്സ് നല്ല വൈബ്രൻ്റ് ആയതുകൊണ്ടും നമ്മൾക്ക് ആ ഒരു ടൈമൊക്കെ സ്ലോ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാവ്. സഡൻലി എങ്ങനെയാണെന്ന് അറിയില്ല, സം ഫ്ലൂട്ട് മ്യൂസിക് കെയിം ടു ദ ഫോണിൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ഒരു ഫ്ലൂട്ട് മ്യൂസിക് പെട്ടെന്ന് വന്നു. ദ മൊമെൻറ്റ് ദാറ്റ് മ്യൂസിക് സ്റ്റാർട്ടഡ് പ്ലേയിങ്, ഇറ്റ് വാസ് എ സോങ് കോൾഡ് മെമ്മറീസ് ദാറ്റ് വാസ് പ്ലേഡ് ഇൻ എ നേറ്റീവ് അമേരിക്കൻ ഫ്ലൂട്ട്. ദ ഫോറസ്റ്റ് സ്റ്റാർട്ടഡ് വേവിങ്, ലൈക്ക് ഡാൻസിങ് എന്ന് പറയാം. ആ പാട്ടിനൊത്ത് ഫോറസ്റ്റ് ഡാൻസ് ചെയ്ത് തുടങ്ങി. ആൻഡ് ഗ്രാജുവലി ആ മ്യൂസിക് ഇൻക്രീസ് ചെയ്യുന്നതോറും ആ ഡാൻസ് കൂടിക്കൊണ്ടേയിരുന്നു. ആൻഡ് വിത്ത് ദ ബീറ്റ്സ് ഫോറസ്റ്റ് വാസ് ഡാൻസിങ്. And we also started dancing. And that was one of the most happiest moments that I felt. And slowly, we felt like we were getting out of the body. And ഞങ്ങളും നേച്ചറും തമ്മിലൊരു ബന്ധം, അതായത് ഒരു ബാരിയർ ഉണ്ടായില്ല. We started becoming the nature. And ആ പാട്ട് തീരുമ്പോഴേക്കും I could feel the trees. ആ ട്രീസ് ബ്രീത്ത് ചെയ്യണതും എർത്തിൻ്റെ ആ ഒരു വാംത്തും ഇതെല്ലാം ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ കണക്റ്റഡ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിങ് ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്ത് പോയി നേറ്റീവ് അമേരിക്കൻ ഫ്ലൂട്ടിനെ കുറിച്ച്, എന്താണ് എൻ്റെ പ്രത്യേകത എന്നെ കുറിച്ച്. സോ നേറ്റീവ് അമേരിക്കൻസ് മെയിൻലി സൈക്കഡലിക് നന്നായി യൂസ് ചെയ്തായിരുന്ന, ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ട്രൈബാണെന്ന് കരുതാം. സോ അവരുടെ ദൈവങ്ങൾ നേച്ചർ സ്പിരിറ്റ്സാണ്. അതായത് മരങ്ങൾ, വെള്ളം, മലകൾ, ഇതൊക്കെയാണ് അവരുടെ ദൈവങ്ങൾ. സോ ദ മ്യൂസിക് ഹാസ് ബീൻ ഇവോൾവ് ത്രൂ ദാറ്റ്. ആ ഒരു സ്പിരിറ്റുകളുടെ
ഒരു ഇൻഫ്ലുവൻസോട് കൂടിയാണ് ഈ മ്യൂസിക് ഉണ്ടായത്. സോ ആ മ്യൂസിക് അവിടെ പ്ലേ ചെയ്തപ്പോൾ ഹൈ റിസെപ്റ്റിവിറ്റിയിൽ ഞങ്ങളായിരുന്നു, ഹൈ അവെയർനെസ്സിൽ ഞങ്ങളായിരുന്നപ്പോൾ വി ബ്ലെൻഡഡ് വിത്ത് ദ നേച്ചർ. സോ ആ മ്യൂസിക് ആൻഡ് ദ നേച്ചർ ആൻഡ് സൈക്കഡലിക്സ് കണക്ഷൻ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തത്. ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് ദ ഹോൾ പെർസെപ്ഷൻ ഓഫ് അവർ ബ്രെയിൻ. ഞങ്ങൾ ബ്രെയിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കപ്പാസിറ്റി നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണെന്ന് മനസ്സിലാക്കുന്നു. ബിക്കോസ് വി ഹാഡ് എ ലോട്ട് മോർ കപ്പാസിറ്റി ഫോർ ദ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. വി ക്യാൻ ഇൻക്രീസ് ഇറ്റ് ബൈ ഇൻക്രീസിങ് ദ റിസെപ്റ്റിവിറ്റി എന്ന് എനിക്കത് മനസ്സിലായൊരു ടോപ്പിക്കാണ്. സോ ഈ ഫ്ലൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ തന്നെയാണ്? ആണ്, ഈ ഫ്ലൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് ഡെഫിനറ്റ്ലി. ആൻഡ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് പെറുവിൽ പോകണമെന്നും ആൻഡ് അവിടുത്തെ ആൾക്കാരുടെ കൂടെ നേറ്റീവ് അമേരിക്കൻ ക്വെന എന്നാണ് ആ ഫ്രൂട്ടിൻ്റെ പേര്, അത് പഠിക്കണം. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ദ ഫ്രൂട്ട്സ് ആർ കൈൻഡ് ഓഫ് എന്താ പറയുക, ഓൾമോസ്റ്റ് സെയിം ആണ്, ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. സോ ഞാൻ പെറുവിൽ പോയി ഏതെങ്കിലും ഒരു ടൈമിൽ ഐ വാണ്ട് ടു ലേൺ, ഐ വാണ്ട് ടു ബി വിത്ത് ദ ട്രൈബ്, അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ മൈൻഡിലുണ്ട്. സോ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ടുണ്ടാവില്ല ട്രാവലിംഗ് തുടങ്ങിയിട്ട്? ഡെഫിനറ്റ്ലി. ഓക്കെ, ഞാൻ ആക്ച്വലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആക്ച്വലി ഞാൻ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു സമയത്ത് ഇതിൻ്റെ സ്റ്റോറീസൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം വന്നുണ്ട് ട്രാവൽ ചെയ്യാനൊക്കെ. ആക്ച്വലി ഞാനൊക്കെ ജീവിച്ചിരുന്ന ലൈഫ് എന്ന് വെച്ചാൽ ഡെയിലി മോർണിംഗ് കോളേജിൽ പോവുക, ഈവനിങ് വീട്ടിലേക്ക് വരിക, ആ ഒരു ലൈഫ് മാത്രമല്ല. പക്ഷേ ഇതിൻ്റെ കാര്യം നോക്കുമ്പോൾ ട്രാവൽ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. എൻ്റെ സാഹചര്യങ്ങളും തീർച്ചയായും എൻ്റെ സാഹചര്യങ്ങളും അതിന് സോ അതൊരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു, വളരെ മാറ്റങ്ങൾ. നമ്മളുടെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് സന്തോഷ് ജോർജ് സാറും കുറേ ലൈക്ക് വണ്ടർഫുൾ ട്രാവലേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ബട്ട് ബ്രേക്കിംഗ് ഫ്രം ദ സൊസൈറ്റി, ആ സൊസൈറ്റി നമ്മൾക്ക് വേണ്ടി ഓൾറെഡി എന്താ പാറ്റൻ്റ് എടുത്ത് വെച്ചേക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, സോഷ്യൽ സ്ട്രക്ചർ. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ ഇറ്റ് ടേക്സ് സംതിങ്. ലൈക്ക് ഓൾസോ സാഹചര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഫോർ ഷുവർ. എനിക്ക് ഞാൻ +2 കഴിഞ്ഞ് ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കുറച്ച് ഗപ്പിയുടെ പരിപാടിയായിരുന്നു. അന്ന് കൊറോണയൊക്കെ ആയിരുന്ന സമയം. അന്ന് നല്ല രീതിയിൽ ഗപ്പീസിന് റേറ്റ് കൂടി ഉണ്ടായി. അങ്ങനെ ഞാൻ നല്ലൊരു ബ്രീഡിങ് പരിപാടി ഗപ്പികളുടെ ചെയ്തായിരുന്നു. അത് മൊത്തം ഞാൻ വിറ്റ് എൻ്റെ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് കിട്ടിയൊരു സൈക്കിൾ ഉണ്ടായി, അതൊക്കെ വിറ്റിട്ടാണ് ഞാൻ പോയത്. ഐ സോൾഡ് എവറിത്തിങ് ദാറ്റ് ഐ ഹാഡ്. എൻ്റേതായിട്ടുള്ള ബിലോങ്ങിങ് ആയിട്ടുള്ള എല്ലാം ഞാൻ വിറ്റു. ബിക്കോസ് അത്രയും വെറുത്തായിരുന്നു ആ ട്രാവലിംഗ്. ആൻഡ് ദാറ്റ്സ്, ഞാനിവിടെ ഇരിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൂ ഐ ആം ആൻഡ് ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. ഞാൻ എന്തൊക്കെ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പറഞ്ഞാലും ഡെത്ത് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് വി ഡോണ്ട് ഹാവ് എനി, അതിനപ്പുറമുള്ളതൊന്നും അറിയില്ല. നമുക്കൊരു എന്താ ഒരു കൺസെപ്റ്റ് ആക്ച്വലി കൊണ്ടുവരാം ഡെത്ത്. ആക്ച്വലി ഡെത്ത് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി സംസാരിക്കുക പറഞ്ഞു. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഇപ്പോൾ ഒരൊറ്റ കാര്യം മരണമാണ്. അതിൻ്റെ ഇടയിലുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ സ്പിരിച്വലായി പറയുകയാണെങ്കിൽ വി ആർ ഗോഡ്സ് പ്ലേ, ദൈവത്തിൻ്റെ ഒരു എനർജി പ്ലേ ആണത്. ആ പ്ലേ നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യുക, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവുക, ഉള്ള പരിപാടി. ആൻഡ് ഡെത്ത് ആവുക, അഥവാ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ജസ്റ്റ് ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. നമ്മളിത് കുറേ സോഷ്യൽ സ്ട്രക്ചേഴ്സ് വെച്ച്, ഇമോഷൻ വെച്ച്, സോഷ്യലി ഉണ്ടാക്കിയൊരു ഫ്രെയിം വർക്കിലാണ് ആൾക്കാർ ഇതിനേക്കും കാണുന്നത്. ബട്ട് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഹി ഹാവ് കംപ്ലീറ്റഡ് ഹിസ് റൺ. നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി ഞാൻ പോകുന്നു. ആൻഡ് ഹി ഹാവ് എക്സ്പീരിയൻസ് ദ ലൈഫ്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. എക്സ്പീരിയൻസ് ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ഇറ്റ്സ് ലൈക്ക് സീയിങ് എ മൂവി. ആക്ച്വലി ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ, യു ഓൾറെഡി സ്റ്റാർട്ട് യുവർ following some sort of ritual? Yeah, for sure, definitely. So, do you guys believe that after death there is any other life? ഞാൻ പേഴ്സണലി ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിൽക്കാറില്ല. ആൻഡ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. ഐ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് മൂമെന്റ്. Okay. നാളെ ഞാൻ മരിച്ചാലും ഐ എം ഹാപ്പി. Yeah, for sure. So actually we don't have to think about what we don't. No, we don't have to think about it. അത് സംഭവിക്കേണ്ട സമയമാകുമ്പോൾ സംഭവിക്കും. It just happens. Worrying പോസിബിലിറ്റീസിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ വറി ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ദാറ്റ്സ് എ ഫാക്ട് എന്ന് പറയാം. ആൻഡ് വേറൊരു ടൂളും കൂടി എനിക്ക് പറയാനുണ്ട്. അതാണ് ഹിപ്പോണോപോണോ എന്ന് പറയും, ആ കോൺസെപ്റ്റ്. ഹിപ്പോണോപോണോ ഡെഫിനറ്റ്ലി.
കം ഫ്രം ദ നേറ്റീവ് അമേരിക്കൻ? അങ്ങനെയല്ല, അത് എവിടെ നിന്നാണെന്ന് അറിയില്ല. ഞാനൊരു ബുക്കിൽ വായിച്ചൊരു കോൺസെപ്റ്റാണ് ഹിപ്പോണോപോൺ. സോ ഇത് വളരെയധികം എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നൊരു കാര്യമാണ്. റിലേഷൻഷിപ്സിലായാലും നമ്മളുടെ ഫാമിലിയിലായാലും ഇതെല്ലാം നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പും നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പും നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോസിറ്റീവായി. സോ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഹിപ്പോണോപോണോ? ജീസസ് ക്രൈസ്റ്റും ബുദ്ധയും എല്ലാവരും പറഞ്ഞ സെയിം കോൺസെപ്റ്റാണ്, കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് പറയാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു ആൻഡ് താങ്ക് യു. ഈ 4 വാക്കുകൾ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു ആൻഡ് താങ്ക് യു. സോ വി ഷുഡ് കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ദിസ്. ഓക്കെ. അതായത് ഒരാൾ നമ്മൾക്ക് ഫ്രിക്ഷൻ കൊണ്ടുവരുമ്പോഴും ഒരാൾ നമ്മൾക്ക് എതിരെ പ്രവർത്തിക്കുമ്പോഴും ഇഫ് യു ക്യാൻ ഫോർഗീവ് ദം, ദെൻ നമ്മുടെ ഉള്ളിലാണ് ഇതൊക്കെയും ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ കാണുന്ന ഈ റിയാലിറ്റി ഈസ് ഷേപ്ഡ് ഇൻ ഹിയർ. ആൻഡ് നമ്മൾ വേറൊരാളായിട്ട് ഒരു ഫിക്ഷനിലാണെങ്കിലും ഒരു വിഷമത്തിലാണെങ്കിലും ആൾക്കല്ല അത് ഏശുന്നത്, ആൾക്കല്ല എഫക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എഫക്ട് നമുക്ക് തന്നെയാണ്. ഡെഫിനറ്റ്ലി. സോ ഇപ്പൊ ഞാൻ മറ്റൊരാളായിട്ട് ദേഷ്യം വെച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് തന്നെയാണ് അത് ഹാർംഫുൾ ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി. ബട്ട് നമ്മൾ ഈ ഫ്രിക്ഷൻസ് എല്ലാം കളയാണെങ്കിൽ, അതാണ് ഹജ്ജിന് പോണ ആൾക്കാർ മുസ്ലിം കൾച്ചറിൽ അങ്ങനെയാണ്. അവരെല്ലാവരോടും മാപ്പ് ചോദിക്കും. സോ കടങ്ങളെല്ലാം വീട്ടാന്ന് നമ്മൾ പറയണമല്ലോ. അതേപോലെ നമ്മൾ ക്ഷമ ചോദിച്ച് എല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങുന്നു, എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ സ്നേഹിച്ചു തുടങ്ങുന്നു. യു വിൽ ബി ഇൻ ദാറ്റ് ഡിവൈൻ വിൽ. ആ ഒരു ഡിവൈൻ ഫ്ലോയിലായിരിക്കും നമ്മുടെ ലൈഫ് പോവുക. ആൻഡ് ദാറ്റ്സ് എ മോസ്റ്റ് പോസിറ്റീവ് തിങ്. യുവർ ലൈഫ് വിൽ ബി വെരി പോസിറ്റീവ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ആയിരിക്കും. And you will not be trapped in the past. And whoever I see, ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ മൈൻഡിൽ എപ്പോഴും റിമൈൻഡ് ചെയ്യും, ഞാൻ ചെയ്തതിന് സോറി, പ്ലീസ് ഫോർഗീവ് മീ. നേരിട്ട് ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് ചോദിക്കും. അതാണ് കുമ്പസാരം, കൺഫെഷൻ. നമ്മൾ കുറേ തെറ്റ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പോയി കുമ്പസാരിക്കുമ്പോൾ നമുക്ക് റിലീസ് ഉണ്ടാവും. അതായത് ഒരു സൈക്കോളജിക്കൽ സംഭവം കൂടിയാണ്. ഓക്കെ, ഞാൻ 2 ബുക്കുകളെ പറ്റി പറയാം. അത് ഒന്ന് മാർക്കസ് അലേരീസിൻ്റെ മെഡിറ്റേഷൻസ്, പിന്നെ ഒരു ബുക്കുണ്ട് സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട്. ഹോമോസാപ്പിയൻസ് അല്ല, സാപ്പിയൻസ്. ഓക്കെ, സാപ്പിയൻസ്, ടൈറ്റിൽ സാപ്പിയൻസ്. സാപ്പിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിൽ പറയണ ഒരു ത്രൂ ഔട്ട് കൺസെപ്റ്റ് ഇതാണ്: ഒരാൾ ജനിച്ച് മരിക്കുന്നവരെ, അത് ഒരു 60 ഡേയ്സോ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അത് ഫസ്റ്റത്തെ ഡേ ആൾക്ക് 1 വയസ്സ്, രണ്ടാമത്തെ ഡേ അങ്ങനെ ഓരോരോ ലൈക്ക് ഡേ ബൈ ഡേ ഓരോരോ കാലഘട്ടങ്ങൾ പറഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ ഒരു സംഭവമാണ് പറയുന്നത്. പിന്നെ ഈ മെഡിറ്റേഷൻസ് ബുക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ആ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അതിൻ്റെ ഓഡിയോ ബുക്ക് കേട്ടിട്ടുണ്ട്. ഇത് റോമിലെ 5ാമത്തെ ചക്രവർത്തിയായിട്ടുള്ള മാർക്കസ് അലേരിയസ് എന്ന് പറഞ്ഞൊരു ചക്രവർത്തി കേട്ടിട്ടുണ്ട്. He's a very powerful man from that time. And ആ ഒരു കാലഘട്ടത്തിൽ ഈ പുള്ളി ഒരു ബുക്ക് എഴുതി, മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞത്. സോ ഈ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ പോലും ആ യുദ്ധത്തിൽ ഈ ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഈ ബുക്ക് എഴുതാൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പുള്ളി താങ്ക് യു പറയാം, എല്ലാവർക്കും നന്ദി പറയാം. അമ്മയ്ക്ക് നന്ദി, അച്ഛന് നന്ദി പറയുന്നു, ശത്രുക്കൾക്ക് നന്ദി പറയുന്നു, സുഹൃത്തുക്കൾക്ക്, അതെ ഗ്രാൻഡ് പാരൻസിന്, എല്ലാവർക്കും ലൈഫിൽ വന്ന് പോയിട്ടുള്ള ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ള ഒരാൾക്ക് പോലും നന്ദി പറയാണ്. ബിക്കോസ് എല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ്ഫുള്ളി വന്നു പോകുന്നതാണ്. തീർച്ചയായും ജസ്റ്റ് ഫോർ എ സെക്കൻഡ് ചിലപ്പോൾ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ ആയിരിക്കും ഒരാൾ വന്ന് ജസ്റ്റ് നമ്മുടെ ഒന്ന് ഷോൾഡറിൽ തട്ടുന്നതായിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് അതായിരിക്കും. പക്ഷെ വി നീഡ് ദാറ്റ്. അതാണ് ഡിവൈൻ പ്ലേ, ഗോഡ്സ് പ്ലേ. ആ ബുക്കിന്റെ എനിക്ക് ഏറ്റവും ആക്ച്വലായിട്ട് ഒരു ലൈക്ക് ഒരു സ്റ്റോയിക് സൈഡാണ് ഈ മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക്. സോ പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഞാൻ ടൈപ്പ് ചെയ്തൊരു പാട്ട് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് തുടക്കം തന്നെയാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാവർക്കും താങ്ക് യു പറയാം. ഈവൻ ഇഫ് someone try to hurt me,
ജസ്റ്റ് സേ താങ്ക് യു. സോ ഒരാള് ആ ഒരു ടൈമിൽ എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അടുത്തൊരു മൊമെന്റിൽ മറ്റാരെങ്കിലും എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും. സോ ഐ ഹാവ് ഓൾറെഡി അത് എക്സ്പീരിയൻസ്. സോ എനിക്കറിയാം അവിടെ എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യേണ്ടത്. ലോജിക്കലി എല്ലാത്തിനെയും നമ്മൾ കൈകാര്യം ചെയ്യണം. ആൻഡ് ആക്ച്വലി ഇൻ സ്റ്റോയിസിസം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഒരു കാര്യത്തിനെയും പറ്റി നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യം. തീർച്ചയായും. വാട്ട് വി ക്യാൻ കൺട്രോൾ, ഞാനിന്ന് കഴിക്കുന്ന ഭക്ഷണം, ഞാനിടുന്ന വസ്ത്രം, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് കൺട്രോളുള്ള കാര്യമാണ്. ഞാൻ എവിടെ പോകണം, ഞാൻ ആരെ കാണണം, ഇതൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ യു ക്യാൻ കൺട്രോൾ ദ വെദർ. അതൊക്കെ അങ്ങനെയാണ്. ഐ ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ്, ഐ ക്യാൻ കൺട്രോൾ യുവർ തോട്ട്സ്. സോ ഇതൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനെ പറ്റിയൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് തലമുണ്ടാക്കിയിട്ട് കാര്യമില്ല. അതാണ് ബുദ്ധിസത്തില്. ലൈക്ക് എ കൺട്രോൾ മൈൻഡ് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് and uncontrolled mind is your greatest enemy. And also in every religion is saying the same. When it's come to there is a Bible verse, I don't know. Christianity ആണെങ്കിൽ yes, അത് ബൈബിൾ വേഴ്സിൽ പറയുന്നുണ്ട്, as a man thinks so easy. Yeah. So അതാണ് actually whatever you thinking about that you will become. എന്താണോ ചിന്തിക്കുന്നത്, definitely. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ മാറുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ തോട്ടുകൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോളിഷ്ഡ് ആവും. ആൻഡ് നമ്മുടെ മൈൻഡ് പോളിഷ്ഡ് ആയി കഴിഞ്ഞാൽ ആ മൈൻഡിൽ നിന്ന് വരുന്ന ആക്ഷൻസ് പോളിഷ്ഡ് ആവും. സോ കോൺഷ്യസ് അപ്രോച്ച് ടു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപരമായിട്ട് നമ്മൾ ജീവിതത്തിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളെ ഹെയ്റ്റ് ചെയ്യാനോ അതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോവില്ല. വിൽ ബി ഓൾവേസ് ആക്ടിങ് കോൺഷ്യസ്ലി. അതാണ് ബേസിക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ, നീ അവിടെ പോയിട്ട് വേസ്റ്റ് ഇടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇടും, ഈഗോ. പക്ഷേ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാൾ ഓക്കെ, ആ ഒരാൾ പറയാതെ തന്നെ അയാൾ വേസ്റ്റ് അവിടെ ഇടേണ്ട സ്ഥലത്തിടും. സോ ബീങ് കോൺഷ്യസ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ മൊറാലിറ്റി. അതായത് നമ്മുടെ മൊറാലിറ്റി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കോൺഷ്യസ് ആയിരുന്ന ആൾ എന്നും മോറലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ ചെയ്യുക. ദേ ഡോണ്ട് മേക്ക് ഫ്രിക്ഷൻ വിത്ത് ദ വേൾഡ്. സോ ഈ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിന് ആക്ച്വലി കോമൺ സെൻസ് ആയിട്ട് കൂടി വേണേ. ഡെഫിനറ്റ്ലി സൈക്കോളജിക്കലി ഓർ സ്പിരിച്വലി, ഈ രണ്ട് തരത്തിലും നമുക്ക് പറയാം. ഔട്ട്കം ഈസ് സെയിം. ചെയ്യുന്ന കാര്യം അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യും.